എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജനുവരി മാസം മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം വരുന്ന ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഞാനിവിടെ പറയുന്നത് ജനുവരി മാസം ഗ്രഹങ്ങൾ വ്യത്യസ്ത രാശിയിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ്. ചാരഫലവും ഓരോ വ്യക്തികളുടെയും ജാതകവശാലുള്ള ദശാകാലവും മോശമാണെങ്കിൽ ആ കാലം ഏറ്റവും കഷ്ടപ്രദമായിരിക്കും. ദശാഫലം നല്ലതും ചാരഫലം മോശവുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പൊതുവായ ഫലമാണ് പറയുന്നത്, അല്ലാതെ ഓരോ വ്യക്തികളുടെയും ഫലമല്ല. ദശാകാലം ഏതാണെന്ന് ഓരോ വ്യക്തികളും പരിശോധിച്ച് മോശം ദശാകാലം ആണെങ്കിൽ അതിനു വേണ്ട ദോഷപരിഹാരം ചെയ്യുന്നത് നല്ലതായിരിക്കും. ജനുവരി മാസം ചിങ്ങക്കൂറുകാർക്ക് തൊഴിൽപരമായി അനുകൂലമായ കാലമാണ്. പ്രൈവറ്റ് സ്ഥാപനത്തിലോ സർക്കാർ സ്ഥാപനത്തിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം, പുതിയ അധികാരം ഒക്കെ വന്നു ചേരുന്നതാണ്. കൂടെ ജോലി ചെയ്യുന്നവരുമായും മേലധികാരികളും ഒക്കെയായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കുന്നതാണ്. തൊഴിൽ ഇല്ലാതെ ഇരിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് ജനുവരി മാസം പുതിയ തൊഴിൽ ലഭിക്കുന്നതാണ്. അതുപോലെ ചിങ്ങക്കൂറുകാരുടെ സന്താനങ്ങൾക്കും അന്യദേശത്ത് തൊഴിൽ ലാഭം ഉണ്ടാകുന്നതാണ്. തൊഴിൽ മേഖല സമാധാനപരമായി പോകുന്നതാണ്. പുതിയ കരാറുകളിലൊക്കെ ഏർപ്പെടാൻ ഇടയുണ്ട്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾ ഒക്കെ ചെയ്ത് വിജയിപ്പിക്കാവുന്നതാണ്. ധനലാഭം, ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നിവ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടുന്നതാണ്. എന്നാൽ കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ അല്പം കാലതാമസം ഉണ്ടാകുന്നതാണ്. ഗ്രഹം സ്വന്തമാക്കുന്നതിന് അനുയോജ്യമായ സമയമാണ്. പുതിയ വീട് പണിയുകയോ അല്ലെങ്കിൽ പഴയ ഗ്രഹം പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ വാഹന ഇടപാടിൽ ലാഭമൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നത് പോലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ്. പഠനത്തിലൊക്കെ നിലവാരം ഉയർത്താനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ മത്സര പരീക്ഷകൾ ഒക്കെ വിജയിക്കുന്നതാണ്. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് വിദേശ പഠനമൊക്കെ സാധ്യമാകുന്നതാണ്. വ്യക്തിബന്ധങ്ങളൊക്കെ നിലനിർത്താൻ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകുന്ന സമയമാണ്. അതുപോലെ കുടുംബത്തിലെ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. വാക്കുതർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട് മറ്റുള്ളവരുടെ ശത്രുത സമ്പാദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുമിത്രാദികളുടെ സഹകരണമില്ലായ്മ ചിലപ്പോൾ മനോദുഃഖത്തിനൊക്കെ ഇടവരുത്തുന്നതാണ്. അതുപോലെ കുടുംബസ്വത്തിനെ സംബന്ധിച്ച് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ യാത്രാവേളകളിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്കും തടസ്സങ്ങളൊക്കെ മാറി വരുന്നതാണ്. മാതാപിതാക്കന്മാരുടെ രോഗകാര്യങ്ങളിലൊക്കെ ആശങ്ക ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ വയറ് സംബന്ധമായി എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ ഡ്രൈവിംഗ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ടൂ വീലറൊക്കെ ഉപയോഗിക്കുന്നവർ. ദൂരദേശയാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ്. ദൈവാധീനത്തിനായി ദേവി ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക. ദേവിക്ക് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ശാസ്താ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക. ശാസ്താവിനും കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. അതുപോലെ നല്ല വ്യക്തികളുമൊക്കെയായി ഇടപെടുക. നിങ്ങൾക്ക് നല്ലൊരു മാസമാകട്ടെ ജനുവരി മാസം. നന്ദി, നമസ്കാരം.